ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അപ്പോൾ ലൈവിലൊന്നും വരാൻ ചിലപ്പം പറ്റിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ വീഡിയോ ചെയ്തു. ലൈവിൽ വന്നു കഴിഞ്ഞാൽ ചില ഡാഡിക്കും മമ്മിക്കും പിറക്കാത്തവരിങ്ങനെ മെസ്സേജ് അയക്കും. ഇവൻ അത് കണ്ട് പ്രവോക്കാവും. നമ്മളത് കണ്ട് പ്രവോക്ക് ആവേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഞാനാവും, കാരണം എനിക്ക് പെട്ടെന്ന് അതാണ് പറയും മൂലക്കുരുണ്ട്. രണ്ടെണ്ണം ഉണ്ടാവും, ഒന്നല്ല 2 കുരുകളുണ്ട്. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നെഗറ്റീവ് പറയുന്നതോടെ പറഞ്ഞോട്ടെ. നെഗറ്റീവ് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മളല്ലാതായി മാറുമോ? ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ തട്ട ഊരിയാ നീ അല്ലാതായി മാറുമോന്ന്? അതേപോലെ തിരിച്ച് ഞാൻ എന്നോട് ചോദിക്കാണ്, നെഗറ്റീവ് പറഞ്ഞാൽ നീ അല്ലാതെയായി മാറുമോ? നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ അല്ലാതാവും മാറില്ല. പക്ഷെ തിരിച്ച് പറയാലോ, നിന്റെ സ്റ്റാൻഡ് നീ നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും മുന്നോട്ട് കൊണ്ടുപോകില്ലേ? പിന്നെ എനിക്കൊരു കാര്യമുണ്ട് ഗായ്സ്, ഞാൻ എന്താ അറിയോ, നമ്മൾ ആരെങ്കിലും വേണ്ടാത്ത കാര്യത്തിനാണ് തെറി പറയുന്നത് ഇതാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചു നിൽക്കൂല. അതേതും മോനാണെങ്കിലും ഞാൻ പറയും. അത് സ്വാഭാവിക. മനുഷ്യനായ പ്രതികരണ ശേഷി ഉണ്ട് എന്ന് വെച്ചിട്ട് ചിലതൊക്കെ കണ്ടില്ല. ഇപ്പൊ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്ത് കണ്ടില്ലേ, പട്ടി കുരയ്ക്കുന്നത് കണ്ടിട്ട് നമ്മൾ കുരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അത് വെറുപ്പട്ടില്ല, അതിന് തുള്ളിക്കളി കാണണോ? അങ്ങനെ യൂട്യൂബ് കാണിച്ചു പറ്റുമോ? എന്താ കാണിച്ച വേണ്ട, അത് കിട്ടും, സ്ട്രൈക്ക് കിട്ടും, ഓള് കംപ്ലൈന്റ് എടുത്ത്. നിനക്ക് എന്തിനാ അത്? പ്രാന്താ ഗൈസ്, ശരിക്കും പ്രാന്താ ഗൈസ്. നിങ്ങൾ വേണമെങ്കിൽ വേണ്ട, ഓള് അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ ചൊറി നായ്ക്കള് കുരയ്ക്കും. അത് കേട്ടിട്ട് ഞാൻ അതിന്റെ പുറകെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് എനിക്ക് ആ പെണ്ണുങ്ങൾ തുണി പൊക്കി കാണിക്കുന്ന വീഡിയോ ഉണ്ട്, അതെടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. 1.5 ഡപ്പാങ്കൂത്താ ഗൈസ്. തുണി പൊന്തിച്ച് കാണിച്ച്, ആകെ തുണി പൊന്തിച്ച് കാണിച്ചിരുന്നത് മറ്റേ കസ്തൂരി മല്ലി തള്ളയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കണേ ആര്? ഞാൻ തന്നെ. അതേപോലെയാണ് ആ പെണ്ണുങ്ങള് തുണി പൊക്കി കാണിക്കും. അപ്പൊ എന്തിനാണ് വെറുതെ നോക്കുക, കാണുമ്പോൾ ശരിയാ. ഇവനുണ്ടല്ലോ, ഇവന്റെ ഫ്രസ്ട്രേഷൻ മുഴുവനവും തീർക്കല് ആ തള്ളന്റെ വീഡിയോ കണ്ടിട്ടാണ് ഉള്ളത്. പറയുന്നതിന് എന്താ, അത് കണ്ട് ഞാൻ കുറെ നേരം ചിരിക്കും. സ്ത്രീ, എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ. സലീം കുമാർ ഇല്ലേ പാണ്ടിപ്പടേന്റെ അകത്ത്? ആർക്കും ഞാൻ കാണിച്ചില്ല ആരാണെന്ന് പോലും. അല്ല, ഞാൻ മോഹം കാണിച്ചെന്നും പറഞ്ഞു വരണ്ടല്ലോ. അതല്ല, സലീം കുമാർ ഇല്ലേ പാണ്ടിപ്പടേന്റെ അകത്ത്? ശരിക്കും സത്യം. നമുക്ക് എന്താ പറയാ, അതിന്റെ അസുഖം കൊണ്ട് മാനസിക രോഗം വന്നതൊക്കെ നമ്മളത് നോക്കണ്ട. അസുഖം കാരണം അസുഖം എല്ലാവർക്കും വരും കേട്ടോ. നമ്മൾ ഒരിക്കലും അസുഖത്തെ പറ്റി ഒരാളെ എന്താ പറയാ, ഇപ്പൊ ആ ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അസുഖം വന്ന് നമ്മൾ കളിയാക്കാൻ പാടില്ല, കാരണം നാളെ നമുക്കും വന്നേക്കാം. പക്ഷെ ആ ഒരു വ്യക്തിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നായിന്റെ മോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ. സത്യം പറയാ, ഒരു കാരണവും ഇല്ലാണ്ട് വെറുതെ നിൽക്കുന്ന എന്നെ ഫോട്ടോ എടുത്ത് പ്രവോക്ക് ചെയ്ത് ആ മറ്റോള് ചീത്ത പറയിപ്പിച്ചിട്ട് ഓളെ ഇടയില്ല. ഓളെ ഭർത്താവ് അതിന്റെ ഇടയിൽ കൂടി അപ്പുറത്ത് പോയി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അണ്ടി പോയി എണ്ണാനെ പോലെ ഓൻ ഞാൻ ഇരിഞ്ഞാളെന്ന് പറഞ്ഞിരിക്കും. ഓനെ ഞാൻ കാണിച്ചു കൊടുക്കും. എനിക്കൊന്നും നഷ്ടപ്പെടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലേ മച്ചി പശു, അതും അതിന് മക്കളും ഇല്ല, മച്ചിയാ. ആരെ കളിയാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ ബഹുമാനിക്കണം. ഓളൊന്നും സ്ത്രീയല്ല, അല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പെണ്ണാണ്. അല്ല, അഖിൽമാരാർ പറഞ്ഞൊരു വാക്കുകളുണ്ട്, നമ്മൾ എല്ലാ സ്ത്രീകളെയും ഒരുപോണം കണക്കാക്കരുത്. ഇന്ദിരാഗാന്ധിയെ കൊന്നതൊരു സ്ത്രീയാണ്, ബഹുമാനം കൊടുക്കാവൂ. ഞാനിപ്പോ പറഞ്ഞില്ലേ, സ്ത്രീകളെല്ലാരും ഞാൻ അപമാനിച്ചിട്ടില്ല. ഈ സ്ത്രീത്വത്തെ വരെ പറയിപ്പിക്കുന്ന രീതിയിലാണ് ആ പെണ്ണുങ്ങളെന്നേ പറഞ്ഞുള്ളൂ. എത്ര നല്ല ആൾക്കാരുണ്ട്. എന്താ ഇപ്പം ഞാൻ പറഞ്ഞതാ, സ്വന്തം തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്ന സ്ത്രീകൾ ഏതെങ്കിലും ഉണ്ടാവുമോ? നിങ്ങൾ എന്നൊന്ന് പറ ഗൈസ്. അത് സ്വന്തം ഭർത്താവിനെ കാലുകൊണ്ട് കൈത്തിന് ചവിട്ടി പിടിച്ചിട്ട് അങ്ങനെ മോന്താണ്ടില്ല, അറപ്പാവും. സത്യം, എന്തൊക്കെ വന്നാലും വേണ്ടില്ല, എനിക്കിനിപ്പോ ജയിലിൽ കിടന്നാലും വേണ്ടില്ല, ഓളെ ഞാൻ ചെയ്യുമ്പോ ഉറപ്പിച്ച
നല്ല തേമ്പ് ഞാൻ മുമ്പ് കണ്ട അടിക്കുന്ന എനിക്ക് അവനോട് മനക്ക് എന്തിനാ ആ ഈ പേരിപ്പോയ സ്ത്രീകളെ തൊട്ട് നടന്നൊരു കേസ് വരും, അല്ലെ പീഡിപ്പിച്ച് നടന്നൊരു കേസ് വരും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അല്ല, സ്ത്രീയെ തെച്ചാൽ വലിയ കേസല്ല, പക്ഷെ ഞാൻ തല്ലുവന്ന് അതെന്റെ മുമ്പിൽ എപ്പോഴെങ്കിലും വന്ന് അതിനുള്ള ഒരു ഭാഗ്യം നിസ്മോക്ക് ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് അടി തന്നെ ബോധം പോകും. അല്ലടേ, അത് ഞാൻ പറഞ്ഞല്ലോ ഒരു മച്ചിയാണ്, അതിന് കുഞ്ഞുങ്ങളും കാര്യങ്ങളും അസുഖമാണ്. കേൾക്കുന്ന അവളുടെ ഭർത്താവിനോടും കൂടിയാ നായിൻ്റെ മോനെ അണക്കും കിട്ടും, ഉറപ്പിച്ചോ ചോദിക്കോ. ഞാനീ തെറി പറയുന്നതിനെ കൂടെ ഒന്നും വിചാരിക്കണ്ട, ഞാനീ പറയുന്നതൊക്കെ ആ 2 വ്യക്തിയോട് മാത്രം. ഓനെങ്ങാൻ ഇരിഞ്ഞാണെന്ന് പറഞ്ഞിരിക്കുന്ന ഓൻ അന്ന് ആ സംഭവം നടക്കും പാടണ്ട, ഒരു കാര്യം ചെയ്യാണ്ട് സൈഡിൽ കൂടി നടന്നു പോയ സൈഡിൽ കൂടി നടന്ന് എല്ലാം വിളിച്ച് വരുത്തുകയും ചെയ്തിട്ട് ഇപ്പൊ എന്റെ പേരിൽ പ്രശ്നം, ഇവളെ പേരിൽ പ്രശ്നം, ഇവളെ പേരിൽ പ്രശ്നമൊക്കെ കേൾക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ കുറെ പൂതനകൾ കാരണമല്ലേ, അതൊന്നും വിഷയമല്ല. എനിക്കിട്ട് താങ്ങിയതിൽ ഓളെ ഞാൻ അനുഭവിപ്പിക്കും, ഞാൻ നാറിയാലും വേണ്ടിയില്ല. സ്വഭാവം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആരെങ്കിലും നാറ്റിക്കാൻ നോക്കിയാല്, ഇവൻ ഷെഫീന ബീബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ആരെങ്കിലും നാറ്റിക്കാൻ ശ്രമിച്ചാൽ അവൻ സ്വയം നാറിയിട്ട് നാറ്റിച്ചങ്ങ് കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം ഇവനുണ്ട്, അതാണ് ഇവന്റെ പ്രത്യേകത. അപ്പൊ ആരുടേതായാലും വീട്ടാനുള്ളതാണ് ഇവന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ്, പക വീട്ടാനുള്ളതാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവന് എന്ത് ഈ തള്ള നമുക്ക് ചിലപ്പോ ആക്കം കൊണ്ടൊന്നും ചിലപ്പോ ആരോഗ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നാൾ നമ്മളും തിരിച്ചു വരുന്ന ഒരു ദിവസം വരും. ചിലപ്പോ ഇന്നെ തല്ലാൻ വരുന്നോണെങ്കിൽ തല്ലാൻ പറ്റണ്ടല്ല, ഓന് ചിലപ്പോ ഇന്നെക്കാട് ആക്കണ്ടാവും. പക്ഷെ ആ ആക്കം മറികടന്ന് ഞാനൊരു ദിവസം അവനെ തല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജം എടുത്ത് വരുന്ന ഒരു ദിവസം ഉണ്ടാവും, അത് ഞാൻ ചെയ്യും. ഒന്നും ഉറപ്പാണ് ഗായ്സ്, ഈ വീഡിയോ കാണുന്നവർ ഞാൻ തോന്നിയാസം വിളിക്കുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്, ആ ഒരു നായിന്റെ മോക്ക് വേണ്ടി മാത്രമാണ്. എന്ന് ഇവൻ പറയും. നാളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഗുരുവായൂരിന് ഇവനൊരു സ്ത്രീയായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പ്രശ്നം ഉണ്ടായിരുന്നല്ല, പ്രശ്നം ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു. ശരിക്കും ചെയ്യാകുമ്പോൾ നമ്മളെ കോടതി നിയമത്തിലൊക്കെ പറയാം, കുറ്റം ചെയ്യുന്നതിനെക്കാട്ടും തെറ്റാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവളെ പേരിലും ശരിക്കും കേസെടുക്കാം. വെറുതെ നിന്ന് ഞാൻ അവളെടുത്ത് പോയി മിണ്ടിയിട്ട് പോലുമില്ല. ഞാൻ ഫോട്ടോ എടുത്ത് ഞാൻ നോക്കട്ടെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഫോണും പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ രീതിയിൽ അന്ന് അവിടെയുള്ള പോലീസ് ആൾക്കാർ വരെ, പോലീസ് സാറ് വരെ കണ്ടിക്ക് ഫോണിൽ എന്തുണ്ടോന്ന്. ഒരു വരെ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വരെ വിഷയം മാറ്റി കഴിഞ്ഞു. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഓള് ചെയ്തിട്ട് ഞാൻ ചെയ്തെന്നുള്ള രീതിയിൽ ആക്കി എടുത്തിട്ട് ഇന്നെ നാണം കെടുത്തിയതിന് ആ പന്നീന്റെ മോളെ ഞാൻ അനുഭവിക്കും. ഞാൻ കൊന്നാലും വേണ്ടിയില്ല, ഞാൻ ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല. എനിക്ക് ആകെ 2 ആൾക്കാരെ നോക്കിയാൽ മതി, വേറെ ഒരു നായിന്റെ മക്കളെ എനിക്ക് നോക്കണ്ട. എനിക്ക് എന്റെ തന്തേനെയും തള്ളേനും, എന്റെ അച്ഛനെയും അമ്മേനെയും, എന്റെ പപ്പേനെയും അമ്മേനെയും, ഇവരെ 2 ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി. അത് ഞാൻ ഏതെങ്കിലും സേഫായ കൈകളിലെത്തിച്ച് ഞാൻ അവളെ കൊല്ലുന്നു പറഞ്ഞാൽ കൊല്ലുന്നു. അല്ല, ഞാൻ ഇനി തീരുമാനിച്ചത് എന്താണെന്നറിയോ, എന്റെ വീഡിയോസ് കുറേ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കോപ്പി എടുത്തിട്ട് ഞാൻ കോടതിയിലേക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഊപ്പാട് ഞാൻ പൊട്ടിച്ചാളും. അത് ഞാൻ ഇന്ന് രാത്രി സമയം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. വളകിലിക്കുന്ന കിഞ്ഞോളെന്നുള്ള നൈറ്റൊക്കെ വാങ്ങിക്കൊണ്ടു, ചുരിദാറൊക്കെ വാങ്ങിക്കൊണ്ടു. എന്റെ പൊന്നാരെ ഗൈസ്, തുണി പൊക്കി കാണിക്കുക ഗൈസ്, വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ശരിക്കും സ്ത്രീ എന്ന വർഗം എന്ന് പറയുന്ന ഒരു ഇതില്ലേ, അത് ഓക്ക് പറ്റൂല. ഓളെ മുമ്പ് തോറ്റുപോകും, ഓക്ക് പറ്റൂല. കാരണം ഓള് സ്ത്രീ അല്ല, സ്ത്രീ ആവും. ഒരമ്മയായാൽ മച്ചി ഒരിക്കലും അമ്മയാവൂല, അവള് മച്ചിയും കൂടിയാണ്. ദൈവം കണ്ടറിഞ്ഞ് അങ്ങോട്ട് ഇതാക്കി അനുഗ്രഹിച്ചു. അപ്പൊ ഗായ്സ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കേട്ടോ. അപ്പൊ ബൈ, ടാറ്റാ.